യേശുക്രിസ്തു എന്ന ദൈവത്തോടുള്ള അഗാധമായ ആത്മബന്ധം. ഇതാണ് ആത്മീയതയുടെ മൂലക്കല്ല്. ക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ല് എന്നതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയമാകുന്ന ദേവാലയത്തില് അവനെ നയിക്കുന്നത് യേശുവിനോടുള്ള ബന്ധമാണ്. അവന്റെ ജീവിതമാകുന്നത് ഒരു ചർച്ച ആണെങ്കിൽ, ഒരു സഭയാണെങ്കിൽ അവനെ നയിക്കുന്നത് ഈശോയോടുള്ള ബന്ധമാണ്. ഞാൻ മുറിവേറ്റാലും വീണാലും ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയാലും എൻ്റെ ഈശോയോടുള്ള എൻ്റെ സ്നേഹമാണ് എന്നെ മുന്നോട്ട് നയിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡീപ്പ് കണക്ഷനിലേക്ക് ക്രൈസ്റ്റുമായിട്ട് വരണം. അവനോടുള്ള അഗാധമായ വട്ടുപിടിച്ച ഭ്രാന്ത് പിടിച്ച പ്രണയമാണ്, അല്ലെങ്കിൽ സ്നേഹമാണ്, ഇഷ്ടമാണ് ഈ ജീവിതത്തിൽ അവന് വേണ്ടി സാക്ഷിയാവാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയായി ഞാൻ ജീവിക്കും എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അവനോടുള്ള സ്നേഹമാണ്. അത് നിങ്ങൾ ആദ്യം ആത്മാവിൽ അനുഭവിക്കണം. അതിന് നിങ്ങളൊരു സമയം ചെലവിടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വേരുകൾ സ്ട്രോങ് ആവൂ. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളൊരു മരം പോലെ വളർന്ന് പന്തലിക്കണം. നിങ്ങൾ ഈ ലോകത്തിന് മുഴുവനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിതത്തിൽ വളരണം. ഒത്തിരി പേർക്ക് ഉപകാരമുള്ളവരാകണം. ഒത്തിരി നിങ്ങളിലൂടെ എന്ത് വേണേ നടന്നോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്ത് വേണേ നടന്നോട്ടെ. പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ ആയിത്തീരണമെങ്കിൽ ആഴത്തില് ക്രിസ്തുവിനോടുള്ള ഒരു പ്രണയം, ഒരു ശിഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവണം. അവന്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ഈശോ നിങ്ങളെ ആശ്വസിപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം. നിങ്ങളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ഈശോയുടെ സ്നേഹം, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ പോലും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം, നിങ്ങളൊരു വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഈശോയുടെ സ്നേഹം, ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ അഗാധമായ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നേരിടുന്ന സ്നേഹരാഹിത്യങ്ങളും റിജക്ഷനും മുറിവും ഒക്കെ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം എന്നെ അഗാധമായി സ്നേഹിക്കുന്ന ആ സ്നേഹ അനുഭവം എൻ്റെ ഉള്ളിലുണ്ട്. ഈശോ എന്ന സ്നേഹ അനുഭവം എൻ്റെ ഉള്ളിലുള്ളിടത്തോളം ഞാൻ അനാഥനല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലല്ല. എൻ്റെ കർത്താവ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. യേശു എന്ന ആ സ്നേഹബന്ധം, ആത്മാവിൽ ഈശോയോടുള്ള ആഴമേറിയ ആത്മബന്ധം, അതാണ് നമ്മുടെ പവർ. അതുള്ളിടത്തോളം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ എന്ത് ചലഞ്ച് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് ചലഞ്ച് ഉണ്ടായാലും ഈശോയോടുള്ള ആ ആത്മബന്ധം നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആഴത്തിൽ ക്രിസ്തുവുമായിട്ട് ആത്മബന്ധത്തിലായിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കും. ബാക്കി എന്ത് വന്നാലും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അൺപ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് വന്നാലും ആത്മബന്ധം നിങ്ങളെ പിന്നെയും പിന്നെയും ഈ ആത്മീയാത്ര തുടരാനായിട്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. യേശുവിനോടുള്ള അഗാധമായ സ്നേഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അതാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കും.